ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 32-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങളിൽ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന: യഹോവേ, അങ്ങ് എനിക്ക് മറുവിടമാകുന്നു, കഷ്ടത്തിൽ അങ്ങ് എന്നെ സൂക്ഷിക്കുന്നു. യഹോവയായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നീ പോകേണ്ടുന്ന പാതയിൽ ഞാൻ നിന്നെ നടത്തും. ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. പ്രിയമുള്ളവരെ, വളരെ പാപത്തിലകപ്പെട്ട് തന്നെത്താൻ ശോധന ചെയ്ത് പാപത്തിൻ്റെ അനുഭവങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ക്ഷമാപണം പ്രാപിച്ച ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണിത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ള ഒരു ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് ഇപ്പോൾ ദാവീദ് കടന്നു വന്നിരിക്കുക. ദാവീദ് പറയുന്നു, കഷ്ടത്തിൽ ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, അങ്ങ് എൻ്റെ മറവിടമാകുന്നു. സകല കഷ്ടങ്ങളിൽ നിന്നും അങ്ങ് എന്നെ സൂക്ഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അങ്ങയിൽ ഞാൻ പൂർണ്ണമായിട്ട് ആശ്രയം വെക്കുന്നു. തന്നെ ശോധന ചെയ്ത് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്ത ഭക്തനോട് യഹോവയായ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് മറുപടം തന്നെയായിരിക്കുന്നു. നീ പോകേണ്ടുന്ന പാതയെ ഞാൻ നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്നെ ഉപദേശിച്ച് വഴി നടത്തും. അതേ, ഞാൻ നിനക്ക് മറുവിടമാകുന്നു. പ്രിയമുള്ളവരെ, രാവിലെ സമയം നമ്മുടെ കുറവുകളെ കർത്താവിങ്കിലേക്കൊന്ന് ഏറ്റുപറഞ്ഞാൽ കർത്താവ് നമ്മെ ഉപദേശിച്ച് നാം നടക്കേണ്ടുന്ന പാതയിൽ നമ്മെ നടത്തുന്നവനായ ദൈവമാകുന്നു. ഇന്ന് രാവിലെ സമയം ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നിന്റെ മേൽ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നീ നടക്കേണ്ടുന്ന പാതയെ ഞാൻ നിനക്ക് കാണിച്ചു തരും. എന്തിനെക്കുറിച്ചോ വ്യാകുലപ്പെട്ടിരിക്കുന്ന ജനം മുന്നോട്ട് എങ്ങനെ യാത്ര ചെയ്യണമെന്ന് അറിയുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരണം. ഒരുപക്ഷെങ്കിൽ ഇതുവരെയുള്ള ജീവിതശൈലിയിൽ കർത്താവുമായി ബന്ധപ്പെടുവാൻ, ദൈവവുമായൊരു ഏകാഗ്രത പുലർത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് രാവിലെ ഈ വചനം നിങ്ങളെ കാതുകളിലെത്തുമ്പോൾ, കർത്താവെ, ഞാൻ തെറ്റിപ്പോയി, ദൈവവുമായുള്ള ബന്ധത്തിൽ എനിക്ക് ഏകാഗ്രപ്പെടാൻ കഴിയാതെ പോയ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് സമർപ്പിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും, ലംഘനങ്ങളെ മറച്ചു കളയും. അങ്ങനെ ഭാഗ്യകരമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലായിത്തീരുവാൻ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കാനിടയായിത്തീരും. അങ്ങനെയുള്ള ഭക്തനുള്ള അനുഗ്രഹമാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് പോകേണ്ടുന്ന പാതയിൽ ഞാൻ നിന്നെ നടത്തും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെക്കും. അതെ, പെരുവെള്ളം കവിഞ്ഞു വരുന്ന അനുഭവങ്ങളുണ്ടല്ലോ, പ്രതികൂലങ്ങൾ ശക്തമായ അനുഭവങ്ങളുണ്ടല്ലോ. യഹോവയായ ദൈവത്തിൻ്റെ ദൃഷ്ടി നിന്റെ മേലുണ്ടേ എങ്കിൽ നാം ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. രാവിലെ സമയം ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന പാതയിൽ ഞാൻ നിന്നെ നടത്തും. ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് നീ അറിയും. അതുകൊണ്ട് പ്രിയരെ, ഭയപ്പെടേണ്ട, കർത്താവിൽ ആശ്രയിക്കുക. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. ആമേൻ.